നിന്ന് അരങ്ങത്തേക്ക് കാഴ്ചയുടെ വിസ്മയമൊരുക്കി ഇതാ റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. പുതുമയും വിസ്മയവും പരീക്ഷണങ്ങളുമായിട്ട് ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ ആരംഭിക്കാൻ പോവാണ്. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ അതിഥിയായിട്ട് മറ്റാരുമല്ല, ഒരുപാട് ദിവസമായി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട്. മലയാളികളുടെ എക്കാലത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്, ഒരു വേഴ്സറ്റൈൽ ആക്ടറാണ് ലെന ചേച്ചി. അപ്പോൾ ഐശ്വര്യമായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റിയൊരു വിശേഷം എന്ന് പറഞ്ഞാൽ മേക്ക് ഓവേഴ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ എപ്പോഴും നമ്മൾ ഹീറോസിൻ്റെ ആക്ടേഴ്സിൻ്റെ മേക്ക് ഓവേഴ്സിനെ പറയുമ്പോൾ എപ്പോഴും അമീർ ഖാൻ അങ്ങനെ ചെയ്തു, വിക്രം സാർ അങ്ങനെ ചെയ്തു, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാറ്. പക്ഷെ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ പേര് അതിൽ വരുന്നുണ്ട്, അത് എപ്പോഴും ലെനയായിരിക്കും. ലെനയുടെ മേക്ക് ഓവർ, ലെന ആ സിനിമയിൽ അങ്ങനെ, ലെന മുടി വെട്ടി, ലെന വെയിറ്റ് കുറച്ചു, അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ടോപ്പിക്. അത് കേൾക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നു. അമീർ ഖാനും വിക്രമിന്റെ ഒക്കെ ഇടയിൽ എന്റെ പേര് മലയാളത്തിൽ അങ്ങനെ ലേഡീസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അങ്ങനെ ഒരു മേക്ക് ഓവർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഒരു അമ്മയായിട്ടാണെങ്കിൽ അടുത്ത സിനിമയിൽ ഈ പറഞ്ഞ പോലെ ഒരു യങ് ആയിട്ടുള്ള അങ്ങനെ വരുന്നത് കുറവല്ലേ. നമ്മളെപ്പോഴും ആ ഒരു സെയിം ഇതിൽ തന്നെയാണ് പോവാറ്. അപ്പൊ പണ്ട് മുതൽ അങ്ങനെയാണോ, ഇങ്ങനെ ഒരേപോലെ ഇരിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണോ? ഇത് സത്യത്തില് സൈക്കോളജിയിൽ പറയുകയാണെങ്കിൽ ഇതൊരു അസുഖമാണ്. നോവൽറ്റി സീക്കിംഗ് എന്ന് പറയുന്നത് പല നോവൽറ്റി സീക്കിംഗ് എന്ന് വെച്ചാൽ പുതുമ അന്വേഷിച്ചു പോകുക എന്നുള്ളത് ഭ്രാന്തനെ പോലെ പുതുമ തേടി നടക്കുകയാണ്. പല അസുഖങ്ങളുടെയും ഒരു സിംറ്റം ആയിട്ടാണ് പറയാ അതിനെ. പക്ഷെ എനിക്ക് ആ ഭ്രാന്ത് അത്യാവശ്യം നന്നായിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഈ എന്നെ തന്നെ പെട്ടെന്ന് മടുക്കും. ഇപ്പൊ ഞാൻ ഒരേപോലെ കുറെ നാള് നിന്നാല് എനിക്ക് തന്നെ എന്നെ ബോറടിക്കും. കണ്ണാടിയിൽ നോക്കുമ്പോ രാവിലെ കണ്ണാടിയിൽ നോക്കുന്നോണ്ടല്ല, ഞാൻ മാറുന്നത് ഒരിക്കലും എന്റെ മേക്ക് ഓവേഴ്സ് ഒരിക്കലും രൂപത്തില് മാത്രമല്ല. അതുകൊണ്ടാണ് അത് ഇത്ര ഡീപ്പായിട്ട് എല്ലാത്തിനും എഫക്ട് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്യുന്നത്. ഞാനൊരു ലുക്ക് മാറ്റമല്ല. ഇപ്പൊ എന്റെ മുടി ഇങ്ങനെയാണ്, അന്ന മുടി ഇങ്ങനെ ആക്കാം എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. ഞാൻ മൊത്തമായിട്ട് വേറെ ആളായി മാറുന്നതിന്റെ ഭാഗമാണ്. ഉള്ളിലെ സംഘർഷങ്ങളും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ മാറുന്നത്. എന്ന് വെച്ചാൽ ബേസിക്കലി സ്ട്രെസ്ഡ് ഔട്ട് അല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. വലിയൊരു ടാസ്ക് ആണ് ആക്ച്വലി. ഒരു വലിയ ടാസ്ക് ആണ്. പക്ഷെ ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് അത് പ്രാക്ടീസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതെ, ഒരുപാട് പ്രാക്ടീസസ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനം മെഡിറ്റേഷൻ ആണ്. അപ്പൊ മെഡിറ്റേഷൻ വഴി നമ്മള് മെഡിറ്റേഷൻ, യോഗ ഇതൊക്കെ അതിന്റെ ഭാഗമായിരിക്കും അല്ലേ? ആൻഡ് ട്രാവൽ ചെയ്യുന്നതില് അതിലൊരു സന്തോഷം അതിന്റെ ഭാഗമാണ് ആക്ച്വലി. എനിക്ക് ഏറ്റവും കൂടുതൽ പുതിയ സ്ഥലങ്ങളും പുതിയ ആൾക്കാരും, നമ്മൾ യൂഷ്വലി മീറ്റ് ചെയ്യുന്ന ക്രൗഡ് അല്ലാത്ത ആൾക്കാരുടെ ചിന്താഗതികൾ അറിയുമ്പോൾ നമ്മൾ അത്രയും വളരും. ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ വലിയൊരു റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഉണ്ടായത് ഇപ്പോൾ രൂപത്തിൽ പോലും എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനേക്കാളും വളരെ ചബ്ബിയായിരുന്നു. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് മാറുമ്പോൾ നമ്മൾ മുഴുവനായിട്ടും മാറും. എൻ്റെ ബോഡി അതിൻ്റെ കൂടെ മാറിയതാണ്. അതിൻ്റെ കൂട്ടത്തിൽ മൊട്ടയടിക്കണം എന്ന് എനിക്ക് കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹമാണ്. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മള് അരനാഴിക നേരമൊക്കെ ചെയ്യുന്ന സമയത്ത് അരനാഴിക നേരത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ കിരണിനോട് ഞാൻ എപ്പോഴും പറയുമായിരുന്നു, മൊട്ടത്തലുള്ള എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഒന്ന് എഴുതുമോ, അങ്ങനെയെങ്കിലും മുട്ടയടിക്കാൻ. അതായത് പിന്നെ ഞാൻ ഈ 2018 വിചാരിച്ചു ഇത്രയും ഒരു വലിയ ആഗ്രഹമാണ്, അതങ്ങ് ആഗ്രഹിക്കുന്ന ഒരു തെറ്റാണോ? അതെ, അതൊരു തെറ്റാണ്. അത് വേറെ ആർക്കും ഒരു ദ്രോഹമില്ല. അപ്പൊ അങ്ങനെ മുട്ടയടിച്ചു. അതോടുകൂടെ കംപ്ലീറ്റ് പേഴ്സണാലിറ്റി മാറിപ്പോയെന്ന് പറഞ്ഞാൽ ഈ മുട്ടയടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുകയാണ് എനിക്കിങ്ങനെ അവിടെ പോയി നടന്ന് ധ്യാനിച്ച് വെറുതെ സൈലന്റ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ. മൊത്തത്തിൽ ഞാൻ അത്ര അധികം മാറി. അപ്പൊ എനിക്ക് പരിചയമുള്ള ഒരാളുമായിട്ട് എനിക്ക് ഇടപഴകാൻ തോന്നാത്തൊരു സ്പേസിലേക്ക് എത്തി. അതെ, ഒരു ബ്രേക്ക് വേണം മൊത്തത്തിലും തോന്നിയിട്ട് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലാതെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു നേപ്പാളിലേക്ക്. അവിടെ പോയി കിടന്ന് ഉറങ്ങി. 2 മാസം.
ഓ 2 മാസത്തെ ഒരു യാത്രയായി മാറി അത്. അതിന്റെ ഇടയിൽ തിരിച്ചു വന്നപ്പോഴേക്കും മുടി വളർന്നോ? ഇല്ല, ഞാൻ 4 മാസത്തോളം മൊട്ടത്തലയായിരുന്നു. മൊട്ടടിക്കുമായിരുന്നു. അപ്പൊ എല്ലാ 3 days കൂടുമ്പോ ഞാൻ തന്നെ പല്ലൊക്കെ തേച്ച് കഴിയുമ്പോ തന്നെ ഷേവ് ചെയ്യും. ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ. ആൻഡ് സോളോ ട്രാവൽ ചെയ്യാനും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണല്ലേ? ഒരു മാഗസിനിലൊക്കെ അത് ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെ ഒരു റൈഡിനെ കുറിച്ചിട്ട്. കുറേ പേര് ഞാൻ തിരിച്ച് ഈ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ആ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയുണ്ടായിരുന്നു, ഏതായിരുന്നു. ഇത് ആക്ച്വലി ആലോചിച്ച് പോയായിരുന്നെങ്കിൽ അതിനു വേണ്ടി ഷൂട്ട് ചെയ്യായിരുന്നു. കുറെയൊക്കെ വെറുതെ ഫോണിലെടുത്ത കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ 2 months യാത്ര ആയതുകൊണ്ട് ആക്ച്വലി 5 എപ്പിസോഡായിട്ട് കാണിക്കാൻ പറ്റും. ഫോട്ടോസ് ഒക്കെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് എല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സംസാരിക്കുന്നത് ലെനയുടെ ലുക്ക് അല്ലെങ്കിൽ ലെനയുടെ നേപ്പാൾ യാത്ര. ഞാൻ അറിഞ്ഞിട്ടില്ല. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെ ഒത്തിരി ഇങ്ങനെ ഓൺലൈൻ ന്യൂസിലൊക്കെ വരാറുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് നല്ല സുഖമായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഫോട്ടോസ് ഇട്ടിരുന്ന, ഇപ്പോഴും ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു പ്രൈവറ്റ് ആൽബം പോലെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ സമയത്ത് എന്താ ചെയ്തോണ്ടിരുന്നതെന്ന് നോക്കണമെങ്കിൽ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി. അപ്പൊ നമ്മുടെ ഒരു കണ്ടിന്യൂസ് പ്രോഗ്രഷൻ ഓഫ് ലൈഫ് ആയിട്ടാണ്. ആൻഡ് യൂട്യൂബ് ചാനൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ ചാനൽ വളരെ വളരെ ക്വയറ്റ് ആണ്, വളരെ സൈലന്റ് ആണ്. വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ യൂട്യൂബുകാരെ തടഞ്ഞ് നമുക്ക് നടക്കാൻ പറ്റില്ല. അതായത് ഈ ലോക്ക്ഡൌൺ സമയത്ത് എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങി. ഞാൻ ഡിജിറ്റൽ ഡീറ്റോക്സ് എടുത്തു. ഞാൻ കംപ്ലീറ്റ്ലി എല്ലാ മീഡിയന്നും, നോ സോഷ്യൽ മീഡിയ, നോ ബുക്സ്, നോ TV, നോ മ്യൂസിക്, നോ ടോക്കിംഗ് ടു പീപ്പിൾ, നോ റൈറ്റിംഗ്. അങ്ങനെ ഒരു 21 days ഞാൻ ഇരുന്നു. അതായത് സൈലന്റ് ആയിട്ട് ഒരു ചെറിയ വിളക്കിന്റെ ലൈറ്റ് മാത്രം വെച്ചുകൊണ്ട് ഒരേ ഭക്ഷണം മാത്രം കഴിച്ച്. എന്തായിരുന്നു ആ ഭക്ഷണം? പാൽക്കഞ്ഞി, ഔഷധക്കഞ്ഞിയും. ആക്ച്വലി വേറൊരു ലോകം ഓപ്പൺ ആവും. നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ വേറെ രീതിയിൽ ഫോക്കസ്ഡ് ആണ്. ആ ഫോക്കസ് ഒക്കെ മാറ്റി കഴിയുമ്പോൾ, അതും ഒരു റൂമിനകത്ത് തന്നെ ഇരിക്കുകയാണ്, പുറത്തേക്കേ പോകുന്നില്ല, പുറത്ത് നോക്കുന്ന പോലും ഇല്ല. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് അതിൻ്റെതായ പണികളിലേക്ക് അത് കയറും. അത് ഭയങ്കര തെറപ്യൂട്ടിക് ആയിട്ടുള്ള ഒരു, അത് അത്യാവശ്യം കുറച്ച് പാടുള്ളൊരു ക്ഷമയൊക്കെ വേണ്ട ഒരു കാര്യമാണ്. ക്ഷമ വേണ്ടതാണെങ്കിലും അല്ലെങ്കിലും ക്ഷമ പഠിപ്പിക്കും. അത് എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യോ? എല്ലാം ആക്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു ആക്ടർ എന്ന നിലയ്ക്ക് നമ്മൾ കോൺസ്റ്റന്റ്ലി നമ്മളെ തന്നെ റീഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് സ്റ്റേയിലായി പോകും. നമ്മൾ ചെയ്യുന്നത് തന്നെ നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ റീഡിസ്കവർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈവൻ നമ്മുടെ ആക്ടിങ്. അപ്പോൾ അതെന്നെ നല്ല രീതിയിൽ ഈ യാത്രകളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ ഈ മേക്ക് ഓവറിന്റെയും ഇതിന്റെയും ഒക്കെ മെഡിറ്റേഷന്റെ കാര്യം പറയുമ്പോൾ അതായിരിക്കും ലെന ചേച്ചിയുടെ ഈ ഒരു എന്താണ് ബ്യൂട്ടി സീക്രട്ട് എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? ബ്യൂട്ടി ഈസ് ഇൻ ദ ഐ ഓഫ് ദ ബിഹോൾഡർ എന്ന് പറയും. അതായത് കാണുന്ന ആളുടെ കണ്ണിൽ അത് ബ്യൂട്ടി കാണാനുള്ള എന്തൊരു കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ്. അന്ന് കണ്ട ആളെ പോലെ തന്നെയുണ്ട് ഇപ്പോഴും എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സീക്രട്ട് ഉണ്ടാവുമല്ലോ. അല്ല, എനിക്ക് തോന്നുന്നു ബേസിക്കലി നമ്മൾ പ്ലസന്റ് ആയിരിക്കുക എന്നുള്ളത്, സ്ട്രെസ് ഫ്രീ ആയിരിക്കുക, എപ്പോഴും ഒരു ജോയ്ഫുൾ അറ്റ്മോസ്ഫിയർ, ജോയ്ഫുൾ മൂഡിലിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അത്ര തുടക്കത്തിൽ ഈസി അല്ല, പക്ഷെ അത് ശീലമായി കഴിയുമ്പോൾ ഇറ്റ് റിയലി മേക്സ് എ ഡിഫറൻസ് ടു യുവർ ലൈഫ്. അതെ. അപ്പൊ അതൊരു മെസ്സേജ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാം. അതായത് ലെന ചേച്ചിയെ പോലെ നിങ്ങൾക്കും സുന്ദരിയാവണമെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക, മെന്റലി നിങ്ങൾ ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഈസി അല്ലാന്നും കൂടി അടിവരയിട്ട് നമ്മൾ പറയുന്നു. അപ്പോൾ നമ്മുടെ റെഡ് കാർപ്പറ്റിൽ ഇന്ന് വരാൻ പോകുന്നത് ആരാണ് എന്നുള്ളതൊരു വിഷ്വൽ കാണാം. എൻ്റെ പേര് അലീന ഷനൈൻ. ഞാൻ തിരുവനന്തപുരത്ത് തിരുമലയാണ് താമസം. +2 കഴിഞ്ഞിട്ട് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. ഞാൻ വയലിനും കീബോർഡും പഠിച്ചു തുടങ്ങിയത് 4ാം ക്ലാസ് തൊട്ടാണ്. കീബോർഡാണ് എൻ്റെ പാഷൻ. അപ്പോൾ സ്റ്റീഫൻ ദേവസി ചേട്ടനും റാഫിൻ ചേട്ടനൊക്കെ വായിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഗിത്താർ ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഇതിന് എന്താ വ്യത്യാസം എന്നൊക്കെ. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. കീസ് റൈറ്റ് ഹാൻഡ് മാത്രമേ വായിക്കുള്ളൂ, പിന്നെ തൂക്കിയിട്ടാണ് വായിക്കുന്നത്. സെർച്ച് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കും സൗത്ത് ഇന്ത്യയിൽ ലേഡി ഗിത്താറിസ്റ്റായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് അറിഞ്ഞത്. ഒത്തിരി സന്തോഷം. ഇതാണ് എൻ്റെ ഫാമിലി. ഇത് മുത്തശ്ശിയാണ്, ഷീ ഈസ് 94. ആൻഡ് ഇതെൻ്റെ അപ്പച്ചൻ, അമ്മാമ്മ, ഇത് അമ്മ. അച്ഛൻ ഇപ്പോൾ ഇവിടെ ഇല്ല, അച്ഛൻ ജോലി സ്ഥലത്താണ്. 4ാം ക്ലാസ് തൊട്ടാണ് മ്യൂസിക്കിൻ്റെ ഇൻട്രസ്റ്റ് മനസ്സിലായത്. അപ്പം 4ാം ക്ലാസ് തൊട്ടേ
വയലിനും കീബോർഡും അതുപോലെ ഡാൻസിനും ഒക്കെ കൊണ്ടാക്കി. ഇപ്പോൾ മോഹിനിയാട്ടം ഭരതനാട്യമൊക്കെ പഠിക്കുന്നുണ്ട്. രാഷ്ട്രപതി ഭവനിലെല്ലാം മോഹിനിയാട്ടം കളിക്കാനുള്ളൊരു ഭാഗ്യം എൻ്റെ മോൾക്ക് കിട്ടി. പഠിത്തത്തിന് മിടുക്കിയാണ്, സ്കൂൾ ഫസ്റ്റാണ്, ഫുൾ A+ഓട് കൂടി പാസ്സായി. ഞങ്ങളുടെ അഭിമാനമാണ്. അപ്പൊ വളരെയധികം സ്നേഹത്തോടെ നമുക്ക് ആ അതിഥിയെ സ്വാഗതം ചെയ്യാം. അലീന. ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യും? കീബോർഡ്, ഗിറ്റാർ, വയലിൻ. ഗീറ്റാർ. ഗിറ്റാർ. ഓ, എന്ന് വെച്ചാൽ കീബോർഡിനും ഗിറ്റാറിനും ഉണ്ടായ കുഞ്ഞ് അല്ലേ? അതെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതാണ് നമ്മുടെ സ്റ്റീഫൻ ചേട്ടനൊക്കെ കൂടുതൽ വായിക്കുന്നത് ആ ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇങ്ങനെ ഒരു ബാഗ് ഒരിട്ട് ഇങ്ങനെ 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 ഗിറ്റാറും കീബോർഡും ഒരുമിച്ചുള്ള. അത് ശരിക്കും ഒരു സ്റ്റൈലിഷ് ഇൻസ്ട്രുമെന്റ് ആണ്. ഡിഫിക്കൽട്ട് ആണോ പഠിക്കാൻ, അതോ കുറെ കൂടെ മോഡിഫൈഡ് ആണോ? പിയാനോ ആണോ? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പിയാനോസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഭയങ്കര പാവാണ്. അപ്പൊ പെർഫോം ചെയ്യാൻ റെഡിയില്ല. ആരാ കൂടെ വന്നിരിക്കുന്ന? രണ്ടുപേര് വന്നിട്ടുണ്ട്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അമ്മയുടെ പേരെന്താണ്? ഞാൻ സംഗീത. സംഗീത. സംഗീതമുണ്ടോ ജീവിതത്തിൽ? സംഗീതമുണ്ട്. സംഗീതമുണ്ട്. പാടും? മോളിലൂടെ. ആ, അടിപൊളി അടിപൊളി. അതൊരു കിടിലൻ ആൻസർ ആയി കേട്ടോ. അമ്മയ്ക്ക് വേറെ പാട്ട് കേൾക്കാൻ ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ? ആൻഡ് മോളുടെ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിലൊക്കെ അമ്മ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കുഞ്ഞിലെ മുതല് കുട്ടിക്ക് പാട്ടിനോടാണ് ഇഷ്ടം, താല്പര്യം, മ്യൂസിക്കിനോട് വലിയ താല്പര്യം. അപ്പൊ പൊതുവേ കലാപരമായിട്ടാണ് ജീവിതം അല്ലെ? ജോലി സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലാം. അതുകൊണ്ട് എപ്പോഴും ചിരിച്ച ഒരാളായിരിക്കും അല്ലേ പൊതുവേ? ഇതാരാ കൂടെ വന്നിരിക്കുന്ന? ഫ്രണ്ടാണ്. മോളുടെ വർക്കുകളിലെല്ലാം കൂടെ സപ്പോർട്ട് ചെയ്യുന്ന പേരെന്താണ് പറയൂ? പേര് അമൽ ഗോപാൽ. അമൽ ഗോപാൽ. നല്ല വോയിസ് ആണല്ലോ അമൽ ഗോപാലിന്റെ അല്ലേ? ശരീരത്തിൽ നിന്ന് വരാത്തൊരു വോയിസ്. ഒന്നുകൂടെ പറയൂ, എന്താ പേര്? അമൽ ഗോപാൽ. അമൽ ഗോപാൽ. എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു ഫുൾ ടൈം യൂട്യൂബറാണ്. ഫുൾ ടൈം യൂട്യൂബറാണ്. അപ്പൊ താങ്കളാണ് യൂട്യൂബിലൂടെ ഓരോ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി നമ്മളെ കുഴപ്പിക്കുന്ന ആളല്ലേ? ബേസിക്കലി എന്താണ് യൂട്യൂബർ എന്ന് പറയുമ്പോൾ? എന്ത് കണ്ടന്റ് ആണ് നിങ്ങള്? ഞാൻ ബേസിക്കലി ടെക്നോളജി കണ്ടന്റ് ആണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഈ ഫുൾ ടൈം യൂട്യൂബർ ആയിട്ട് ഇരിക്കുന്നതിന്റെ കൂടെ മ്യൂസിക്കും ഒരു താല്പര്യമാണ്? ആക്ച്വലി മ്യൂസിക് താല്പര്യമാണ്, കേൾക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ കൂടുതൽ മ്യൂസിക് വീഡിയോസ് ഷൂട്ട് ചെയ്യാനാണ് ഇഷ്ടം. അടിപൊളി. അപ്പം അലീനയുടെ ഉടനെ തന്നെ ഒരു മ്യൂസിക് കവർ ഒക്കെ ഷൂട്ട് ചെയ്യുമായിരിക്കും അല്ലേ? ഇപ്പോൾ 4 ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 4 ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അടിപൊളി. അപ്പൊ ഇതേപോലുള്ള ഒരു ഫ്രണ്ടിനെ കിട്ടിയത് വളരെ ഭാഗ്യമാണ്. നമുക്കൊരു ഹെൽപ്പിന് എപ്പോഴും കൂടെ ഉണ്ടാവുമല്ലോ, കട്ട സപ്പോർട്ടായിട്ട് അല്ലേ? അപ്പൊ പെർഫോമൻസ് റെഡിയാണോ? ഇപ്പൊ പെർഫോമൻസിൽ തന്നെ വേറെ ആളെ കാണുന്നില്ല. അതെ അതെ അതെ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്.
ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ട് അതിൻ്റെ ഇടയിൽ വായിച്ചു, ഒരു മാല. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ശരിക്കും അതിൻ്റെ വിഷ്വലൊക്കെ മനസ്സിൽ വന്നു, സൂര്യയും അസുനൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിൽ വന്നതിനും പെർഫോം ചെയ്തതിനും ഒക്കെ. ചേച്ചി വരൂ, നമുക്ക് ആ ഒരു മൊമെൻറ്റോ പ്രസൻറ്റ് ചെയ്യാം. ഭയങ്കര സ്റ്റൈലിഷ് ആണ് കേട്ടോ കാണാൻ. ഈ ഇൻസ്ട്രുമെന്റ് തന്നെ ഭയങ്കര സ്റ്റൈലിഷ് ആണ്. അലീന അത് പിടിക്കുമ്പോൾ നന്നായിട്ട് ചേരുന്നുണ്ട്. സോ ഗ്രേറ്റ് ജോബ്, കീപ്പ് ഇറ്റ് അപ്പ്. ഇതിൽ ഇനിയും സ്വന്തം പുതിയ കോമ്പിനേഷൻസും കണ്ടുപിടുത്തങ്ങളൊക്കെ വരട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ആണല്ലോ അല്ലേ? ഹാപ്പിയാണ്. ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളും ഹാപ്പിയാണ്. ആ ഒരു ഹാപ്പിനെസ്സോട് കൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. ആൻഡ് ലെന ചേച്ചിയുടെ ഒരു ലാസ്റ്റ് എപ്പിസോഡായിരുന്നു. സോ റെഡ് കാർപ്പറ്റിന്റെ വിശേഷങ്ങളും എങ്ങനെയുണ്ടായിരുന്നു? ഒരു ഹോൾ ടോട്ടൽ ഒരു എക്സ്പീരിയൻസ് പറയൂ പെട്ടെന്ന്. റെഡ് കാർപ്പറ്റ് എനിക്ക് വളരെ അധികം ഇഷ്ടമായി. ഐ റിയലി തിങ്ക് ദ സ്റ്റാൻഡേർഡ് ഇസ് വെരി ഹൈ. അതായത് വന്ന് പെർഫോം ചെയ്യുന്ന എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വർക്ക് ചെയ്ത് ഭയങ്കര വിദഗ്ധരായിട്ടുള്ളവരാണ് അവരവരുടെ ഫീൽഡിൽ. വളരെ സന്തോഷം റെഡ് കാർപ്പറ്റിൽ പങ്കെടുക്കാൻ പറ്റി. അതെ, ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം. ചേച്ചിയുടെ കുറേ പുതിയ വിശേഷങ്ങളും പഴയ വിശേഷങ്ങളും ഒക്കെ കേൾക്കാൻ പറ്റി. അപ്പം എന്തായാലും ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. സോ ഇനി വീണ്ടും വിളിച്ചാൽ തീർച്ചയായിട്ടും വരണം. തീർച്ചയായും. ഓക്കെ, അപ്പോൾ അലീന നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഇന്നത്തെ ഈ എപ്പിസോഡ് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വലിയൊരു ടാറ്റ ബൈ ബൈ. അടുത്ത എപ്പിസോഡിൽ പുതിയ കണ്ടസ്റ്റൻസും പുതിയ ഗസ്റ്റുമായിട്ട് ഞങ്ങൾ വരും. ആൻഡ് നിങ്ങൾക്കും ഈ ഷോയുടെ ഭാഗമാവണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. So once again we are saying bye bye. This is Red Carpet. Costume courtesy for Lena, Banya Design. Costume courtesy for Swasika, Babe by Minnu Maria.